പോലീസ് സ്റ്റേഷൻ റൂമിലെ ചുവരിൽ ചേർത്ത് വെച്ച് ഒരു 10-60 അടി ആദ്യം ചെകിടത്തടിച്ചു. അപ്പം പിന്നെ ചെകിടത്തടിച്ചു. അതിനുശേഷം സമ്പത്ത് എസ് ഐ പെട്ടെന്ന് കടന്നു വന്ന് ആദ്യം മുട്ട് കയറ്റി എൻ്റെ അടിവയറ്റിൽ 4-5 ചവിട്ടി എൻ്റെ വൃക്ഷണത്തിനൊക്കെ കൊള്ളുന്ന രീതിയിലൊക്കെ ചവിട്ടി. അങ്ങനെ വേദന കൊണ്ട് പിന്നെ കുനിയുന്നു. അപ്പം കുനിയുമ്പോൾ എൻ്റെ മുതുകത്ത് വീണ്ടും ഇടിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്നെക്കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം നേരെ എന്നെ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു റൂമുണ്ട്, അതിനകത്തുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. പിന്നെ അവിടെ ഇട്ട് എന്നെ ചവിട്ടി കൂട്ടുകയായിരുന്നു. എൻ്റെ ഇടുപ്പിലൊക്കെ ഒരു 10-100 തവണയെങ്കിലും ചവിട്ടി കാണും. അന്ന് 2017 ഈ സംഭവം നടന്നത്. അന്ന് എൻ്റെ സുഹൃത്ത് സഹപ്രവർത്തകനായിരുന്ന ബൂത്ത് പ്രസിഡന്റായിരുന്ന കണ്ണന ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് നേമം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ഈ കണ്ണന അജയ്കുമാർ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ മർദ്ദിച്ചു. ഇപ്പോൾ പരാതിയുമായി വരുന്നവരെയൊന്നും മർദ്ദിക്കാൻ പോലീസിന് അധികാരമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്ത് നിൽക്കുകയാണ്, പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്നയാളാണ്. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ അകത്ത് കയറി അതങ്ങനെ അടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാനത് ചോദ്യം ചെയ്തു. അത് തടയാൻ ശ്രമിച്ചു. അപ്പോൾ നീ ആരാണ് അത് തടയാനും, നീ ആര് ചോദ്യം ചെയ്യാൻ എന്ന രീതിയിൽ ആദ്യം എന്നെ തന്നെ എൻ്റെ ചെകിടത്തിൽ തന്നെ അടിച്ചു. എന്നെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് എല്ലാവരും കൂടെ തള്ളി ഇറക്കി. അപ്പം അകാരണമായി പെട്ടെന്നുണ്ടായ ഒരു അടിയിൽ ഞാൻ പെട്ടെന്ന് ഷോക്കായി. പിന്നെ ഞാൻ അതിൻ്റെ പുറത്ത് നിന്ന് എൻ്റെ പ്രതിഷേധം പറഞ്ഞു. എന്നെ അടിച്ചതിൽ നടപടി ഉണ്ടാവാതെ ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ വിട്ട് പോകില്ല എന്ന് തീരുമാനമെടുത്ത് എൻ്റെ മുന്നിൽ തന്നെ നിന്നു. സാർ, അങ്ങനെ നീ നിൽക്കുകയാണെങ്കിൽ നിന്നെ അകത്താക്കുമെന്ന് പറഞ്ഞ് വീണ്ടും പോലീസുകാരെല്ലാം കൂടെ എന്നെ വന്ന് പുറത്ത് നിന്ന് എന്നെ വലിച്ച് അകത്ത് കൊണ്ടുപോയി ആ പോലീസ് സ്റ്റേഷൻ റൂമിലെ ചുവരിൽ ചേർത്ത് വെച്ച് ഒരു 10-60 അടി ആദ്യം ചെകിടത്തടിച്ചു. അപ്പം പിന്നെ ചെകിടത്തടിച്ചു. അതിനുശേഷം സമ്പത്ത് എസ് ഐ പെട്ടെന്ന് കടന്നു വന്ന് ആദ്യം മുട്ട് കയറ്റി എൻ്റെ അടിവയറ്റിൽ 4-5 ചവിട്ടി എൻ്റെ വൃക്ഷണത്തിനൊക്കെ കൊള്ളുന്ന രീതിയിലൊക്കെ ചവിട്ടി. അങ്ങനെ വേദന കൊണ്ട് പിന്നെ കുനിയുന്നു. അപ്പം കുനിയുമ്പോൾ എൻ്റെ മുതുകത്ത് വീണ്ടും ഇടിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്നെക്കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം നേരെ എന്നെ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു റൂമുണ്ട്, അതിനകത്തുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. പിന്നെ അവിടെ ഇട്ട് എന്നെ ചവിട്ടി കൂട്ടുകയായിരുന്നു. എൻ്റെ ഇടുപ്പിലൊക്കെ ഒരു 10-100 തവണയെങ്കിലും ചവിട്ടി കാണും. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, എന്നെക്കാൾ 3 ഇരട്ടി ഭാരമുള്ള ഒരാളാണ് ഈ എസ് ഐ സമ്പത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം ചാടി നട്ടലിലൊക്കെ ചവിട്ടുക എന്ന് പറയുമ്പോൾ എത്ര പ്രഹരമുള്ളതാണ്, എത്ര വേദനയുള്ളതാണ് എന്ന് എനിക്ക് പറഞ്ഞ് തരാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അത്ര ക്രൂരമായിട്ടുള്ള പീഡനം നടന്നു. എൻ്റെ ശ്വാസമൊക്കെ നിലയ്ക്കുന്നത് പോലെയായി. പിന്നെ ഞാൻ എൻ്റെ മരണം പോലും മുന്നിൽ കണ്ട ഒരവസ്ഥയുണ്ടായി. പിന്നീട് ഞാൻ ആ എസ് ഐയുടെ കാലൊക്കെ പിടിച്ച് എന്നെ വെറുതെ വിടണം, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ നമ്മൾ തമ്മിലുള്ളൂ, അങ്ങനെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ എന്ന് വെച്ചാൽ, ഇല്ല നിനക്കിത് വേണം, നിന്നെ ഞാൻ നോക്കിയിട്ടിരിക്കുകയായിരുന്നു, നിനക്ക് എല്ലാത്തിനും ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ വീണ്ടും പിന്നെ ചവിട്ടുന്നു. എന്നിട്ട് എന്നോട് എഴിക്കാൻ പറയുകയാണ്. എഴിക്കെന്ന് എഴിക്കുമ്പോൾ വീണ്ടും ഞാൻ ആ മേശയിലൊക്കെ പിടിച്ച് എഴിക്കുമ്പോൾ വീണ്ടും ഇടുപ്പിൽ ചവിട്ടി താഴെയിടും. അവസാനം ഞാൻ കരഞ്ഞുകൊണ്ട് ഇനി അടിക്കരുതെന്ന് പറയുമ്പോൾ ഇതുപോരാ, ഇനിയും ഉറക്കെ കരയണം, ഈ സ്റ്റേഷൻ്റെ പുറത്തുള്ള ആളുകളൊക്കെ ഇത് കേൾക്കണം, അവർക്കൊരു പാഠമാവണം, പോലീസിനോട് കളിച്ചാൽ എന്തായിരിക്കും എന്നൊക്കെ അറിയിക്കണം എന്നുള്ള രീതിയിൽ ഒരു വല്ലാത്ത വാശിയോടുകൂടി വൈരാഗ്യത്തോടു കൂടിയായിരുന്നു ഇദ്ദേഹം എന്നെ തല്ലി അവശനാക്കിയത്. പിന്നീട് എനിക്ക് അനക്കൊന്നും ഏകദേശം എൻ്റെ ബോധമൊക്കെ നഷ്ടപ്പെട്ടത്. നിങ്ങൾ വൃക്ഷണത്തിന് പരിക്ക് പറ്റി സർജറി ചെയ്തു, അതിന്റെ രേഖകൾ ഉണ്ടായിട്ട് പോലും ഒരു തുടർ നടപടി ഉണ്ടായില്ല. 7 വർഷത്തിന് ശേഷമാണല്ലേ കേസെടുത്തത്? അതെ. അതായത് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ അതിലോട്ട് തന്നെ വരാം. അതിൽ ഏറ്റവും അപകടം എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് അനക്കമില്ല എന്ന് കണ്ടപ്പോൾ 3-4 പോലീസുകാർ ചേർന്ന് എന്നെ അവിടുത്തെ പോലീസ് ജീപ്പിലിട്ട് 15 കിലോമീറ്റർ അപ്പുറമുള്ള വേറൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഡംപ് ചെയ്തു. അപ്പോൾ ഞാൻ കണ്ണൂർ നോക്കുമ്പം കുറേ പിന്നെ പഴയ ന്യൂസ് പേപ്പറുകളും കുറേ പിന്നെ വൃത്തിയില്ലാത്ത വാഷ് സ്പേസ്, ഒരു ശുചിമുറി പോലത്തെ റൂമിനകത്ത് എന്നെ ഇട്ടേക്കുന്നതാണ് ഞാൻ കണ്ടത്. അവിടെ നിസ്സഹായനായി ഞാൻ എവിടെയെന്ന് പോലും അറിയാതെ നിന്നൊരു അവസ്ഥയാണ്. അന്ന് എൻ്റെ പാർട്ടി പ്രവർത്തകരെല്ലാം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനും എന്നെ തിരക്കി പോയി. അങ്ങനെ ഒരു വണ്ടിത്തരം പ്രദീപ്, അവിടുത്തെ പാർലമെൻറ്റ് സെക്രട്ടറിയാണ് തിരുവല്ലത്തുള്ള, പുള്ളി നേരെ അവിടെ വന്ന് ഷജീർ ഉണ്ടോ എന്ന് തിരക്കുമ്പം പാറാവരൻ ഇല്ല എന്ന് പറഞ്ഞ് ഗ്രില്ലൊക്കെ പിടിച്ചടച്ചു. അവസാനം ഞാൻ തന്നെയാണ് ഈ ശബ്ദം കേട്ട് പുറത്തുനിന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി പ്രവർത്തകരെല്ലാം കൂടി വന്ന് പോലീസ് സ്റ്റേഷനകത്ത് കയറി എന്നെ ബലമായി എന്നെ ആശുപത്രി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അല്ലാതെ പോലീസ് വോളണ്ടറി ആയിട്ട് കൊണ്ടുപോയതല്ല. പോലീസ് ജീപ്പിലിട്ടാണ് കൊണ്ടുപോയതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിനകത്ത് അടിയന്തരമായി അതായത് എൻ്റെ വൃക്ഷണത്തിൽ രക്തം കട്ടിപ്പിടിച്ചു, അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ അന്ന് തന്നെ ശസ്ത്രക്രിയ ചെയ്തു. 21 ദിവസം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, ഈ സർക്കാരിൻ്റെ കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശ്വാസയോഗ്യതയുള്ള മെഡിക്കൽ കോളേജിലാണ്. ഇവരുടെ കീഴിലുള്ള ഡോക്ടർ തന്നെയാണ് എനിക്ക് ശസ്ത്രക്രിയ ചെയ്തത്. അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും രേഖകളൊക്കെ ഉണ്ട്. ഞാൻ അന്ന് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തു, പിന്നെ DGPക്ക് പരാതി കൊടുത്തു. പക്ഷെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഏകദേശം 7-8 മാസം മുമ്പ്, 7 വർഷത്തിന് ശേഷം മാത്രമാണ്
ഒരു FIR പോലും ഇടാൻ ഈ സർക്കാർ തയ്യാറായത് എന്നുള്ളതാണ്. അതായത് ഗുരുതരമായിട്ടുള്ള എൻ്റെ ഡിസ്ചാർജ് സമ്മറി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുഴുവൻ ഹാജരാക്കി. ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പോലും നമുക്ക് തെളിവില്ല എന്ന് പറഞ്ഞാണല്ലോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അന്ന് CCTV ഇല്ലാത്തത് കൊണ്ട് ദൃസാക്ഷികളുടെ മൊഴി വെച്ചെടുക്കാൻ പറ്റില്ല എന്നായിരിക്കുമല്ലോ അവരുടെ വാദം. പക്ഷേ തെളിവുണ്ടല്ലോ, ഞാൻ എൻ്റെ വൃക്ഷണത്തിൽ ചവിട്ടിയെന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ അടിവയറ്റിൽ ചവിട്ടിയെന്ന് ഞാൻ പറയുന്നു, അതിനുശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു, ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പം പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോലും വളരെ വിചിത്രമായ വാദമാണ് മുന്നോട്ട് വെച്ചത്. ഇത് ഇവിടെ അന്വേഷിക്കാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറിക്ക് വേണ്ടിയാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തത്. ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടിക്ക് വേണ്ടിയാണ്. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പറഞ്ഞത് കോടതിയിൽ കേസുള്ളത് കൊണ്ട് ഇവിടെ കേസെടുക്കാൻ, ഇത് വേറെ അന്വേഷണമോ അല്ലെങ്കിൽ വേറെ നടപടി സ്വീകരിക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞ് പരാതി തീർപ്പാക്കാനാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോലും നിന്നത്. DGPക്ക് കൊടുത്ത പരാതിയിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ 7 വർഷത്തിന് ശേഷമാണ് പരാതി എടുത്തത്. ഇനി അതിൽ പരാതിയിൽ പോലും എന്നെ ഒരു അടിയടിച്ചു എന്നുള്ള രീതിയിൽ വെറുതെ, അതായത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പ് മാത്രമാണ് അതിനകത്തിട്ടത്. ഗ്രീവിയസ് ഹർട്ട് ബാധിച്ച ഒരാളാണ്, എനിക്ക് സർജറി ചെയ്ത ഒരാളാണ്. അതിനകത്ത് ഗുരുതരമായ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കേണ്ടതിന് പകരം ദുർബലമായ വകുപ്പിട്ടാണ് കേസെടുത്തത്. ഇനി അതിനപ്പുറം ഈ SIക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുകയാണ് ചെയ്തത്. ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ മർദ്ദിച്ചതിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഈഗോ ഹർട്ടാകുമോ അല്ലെങ്കിൽ സർക്കാരിന് എന്തെങ്കിലും അഭിമാനക്ഷതമോ ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും. ഇത്രയും വലിയൊരു ക്രിമിനലായ ഒരു പോലീസുകാരനെ ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ തന്നെ ഇരുത്താണ്, കമ്മീഷൻ ഓഫീസിൽ ഇപ്പോഴും പണിയെടുക്കുകയാണ്. ഈ എന്നെ ഉപദ്രവിച്ച SIക്ക് ഇതിനു മുന്നേ അയാളുടെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിരവധി ആളുകളെ ഇദ്ദേഹം ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. കണ്ണില്ലാതെയാണ് മർദ്ദിക്കുന്നത്. ഞാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ 3-ാം മുറയ്ക്ക് വിധേയമായ ആളുകൾ ഈ നേമം പ്രദേശത്തും തിരുവനന്തപുരത്തെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ അദ്ദേഹത്തിന് 3-ാം മുറയ്ക്ക് വിധേയമായിട്ടുണ്ട്. പല പരാതികളും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധത്തിൻ്റെ വലയത്തിലും അല്ലെങ്കിൽ പണത്തിൻ്റെയൊക്കെ സ്വാധീനത്തിൽ പല പരാതികളും ഒത്തീർപ്പാക്കി എന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ ഈ ഒരു പോലീസുകാരൻ ഈ 3-ാം മുറയുമായി മുന്നോട്ട് പോവുകയാണല്ലോ, നിങ്ങൾ ഈ കേസുമായിട്ട് ഇനി മുന്നോട്ട് പോകുമോ, പോരാട്ടം തുടരുകയോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, 7 വർഷം വരെ പോരാട്ടം നടത്തിയപ്പോഴാണ് കേസെടുത്തത്. ഇപ്പോഴും അതിനു വേണ്ടി പോരാട്ടം നടത്തുകയാണ്. ഇപ്പം ഈ പറയുന്ന സുജിത്തിന് ഉണ്ടായ വിഷയം വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ആ വെളിച്ചത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ വലിയ പ്രതീക്ഷയാണ് തോന്നുന്നത്. ഇത്തരം ക്രിമിനലുകളായ പോലീസുകളെ സർവീസിൽ ഇരുത്താൻ പാടില്ല. അന്ന് എന്തോ ഭാഗ്യം കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ ഇതുപോലുള്ള ഒരു പോലീസുകാരൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ആ മരണം വരെ ഇതുപോലുള്ള പോലീസുകൾ, ഒരാൾ മരിക്കുന്നത് വരെ ഇതുപോലുള്ള പോലീസുകാർ സർവീസിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപരാധമാണ്. സർക്കാർ ഇത് ഇടപെടേണ്ടതാണ്. ഇതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. ഏതൊരു ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതുപോലൊരു 3-ാം മുറയും അതിക്രമവും നടന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കണം. സാധാരണക്കാർക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, അന്യായമായ ഒരു കാര്യത്തിനും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകാറില്ല. അന്യായമായ ഒരു സഹായം പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കാറുമില്ല. നമുക്ക് മാന്യമായി ഇതുപോലെ അതെ ജിൽസി, ഇത്തരത്തിൽ ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റുക എന്ന ചോദ്യമാണ് നേമം സജീർ ഉന്നയിക്കുന്നത്. ഒരു സജീവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അല്പസമയം മുൻപ് നേമം സജീർ നമ്മളോടും വെളിപ്പെടുത്തിയത്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലായിക്കൊപ്പം സനിസ ശോഭാചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.